അതെ, എന്നെ സ്നേഹിച്ച ആ ടീച്ചറിന്റെ പേര് സിജി എന്നാണ് കേട്ടാ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെച്ചാൽ എനിക്ക് മാത്സ് അധികം ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങളും എനിക്ക് ഇഷ്ടമല്ല. അപ്പോ ഈ ഈ ടോപ്പിക്കിലുള്ള വിഷയമൊക്കെ എടുക്കുന്ന സാർമാർക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. നമുക്ക് ഇഷ്ടമുള്ള ടീച്ചർമാർ വരുമ്പോഴായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ മാത്സ് പഠിപ്പിക്കുന്ന സാറോ വന്ന് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കുവോ എന്നുള്ള ടെൻഷനൊക്കെ ആയിരിക്കും ആ സമയത്ത്. പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ട് എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിജി എന്ന് പറയുന്ന ഈ ടീച്ചർ വരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ടീച്ചർ ക്ലാസ്സിൽ വന്നതെന്ന് വെച്ചാൽ ഏത് ചാപ്റ്റർ എടുക്കാൻ പറഞ്ഞാണെങ്കിലും ആദ്യം ഒരാളെ എണിച്ചെടുത്ത് വായിപ്പിക്കുമല്ലോ, അത് എന്നെ വിളിക്കും. എന്നെ വിളിച്ചിട്ട് കഥയാണെങ്കിലും ശരി കവിതയാണെങ്കിലും ശരി എന്താണെങ്കിലും എന്നെ വിളിക്കും. എന്നെയും അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കും, ഒരുമിച്ച് പ്രതീക്ഷ വേണ്ടിട്ട്. അവനിത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഈ കാര്യം ഓർമ്മയുണ്ട്. അപ്പൊ ഇത് വിളിച്ച് വായിക്കാൻ പറയുന്നത് ഓക്കെ, വായിച്ചിട്ട് ഇരിക്കാന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല, വായിച്ചു കഴിഞ്ഞിട്ട് മീനിങ് ഒക്കെ പറയാൻ പറയും ടീച്ചർ. അപ്പൊ മീനിങ് ഒക്കെ പറയാൻ പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഇതിന്റെ മീനിങ്ങോ കവിതയൊക്കെ വായിച്ചിട്ട് എന്ത് മീനിങ് പറയാനാണ്. പക്ഷെ ഇങ്ങനെ അപ്പൊ സംഭവം എപ്പോഴും എന്നെ വിളിക്കും. അപ്പൊ ഈ ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നതെന്ന് വെച്ചാൽ ടിക്കറ്റ് വന്നിട്ട് ആദ്യം വായിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഈ മലയാളം വായിക്കാനൊക്കെ ആലോചിച്ച് നോക്കണം. ഏറ്റവും ആൾക്കാർ ഏറ്റവും കുറച്ച് സമയം ചെലവഴിക്കുന്ന ഒരു വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഒന്നിരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ സിജി എന്ന് പറയുന്ന ടീച്ചർ കാരണം. കാര്യമായിട്ട് ഞാൻ ഈ കവിതയൊക്കെ വായിച്ചു, എനിക്കാണെങ്കിൽ കവിതയൊക്കെ വായിച്ചിട്ട് അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ലെവലിലേക്കൊന്നും നമുക്ക് അറിയില്ല അപ്പോ. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ വായിച്ച് എനിക്കറിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ടീച്ചർ കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. പക്ഷെ എന്തുകൊണ്ടാണ് ടീച്ചർ എന്നെ വിളിച്ചത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്നെയും പ്രതീക്ഷയും വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ടീച്ചർ എന്തെങ്കിലുമൊക്കെ സ്കൂൾ വഴി പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മകളിലൊക്കെ വരുമ്പോഴേ ടീച്ചറിനെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ എൻ്റെ ഒരു കസിൻ ഇപ്പൊ ഞാൻ പഠിച്ച അതേ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ചേച്ചി വഴി ഞാൻ അന്വേഷിച്ചു. അവിടെ അങ്ങനത്തെ ഷിജി എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ ടീച്ചർ സ്ഥലം മാറിപ്പോയത് എനിക്കറിയായിരുന്നു, വേറൊരു സ്കൂളിലോട്ട്. പിന്നെ അതിനുശേഷം ടീച്ചറെ കണ്ടിട്ടില്ല. ടീച്ചർ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ഈ എന്റെ കസിൻ ദേശീയമായിട്ട് ഞാൻ ചോദിച്ച സമയത്ത് പുള്ളിക്കാരിക്കും അറിയുന്നില്ല അങ്ങനെ ഒരു ടീച്ചർ എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ആരെങ്കിലും കുട്ടികൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടീച്ചർ ഇപ്പൊ എവിടെയാണെന്നോ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തില്ലെങ്കിൽ എന്നെ അറിയിക്കുക കേട്ടാ. ഇപ്പൊ ടീച്ചർ ഏത് അവസ്ഥയിലാണ്, എവിടെയാണ്, എങ്ങനെയാണ് ഇരിക്കുന്നതൊന്നും അറിയില്ല. ഇപ്പൊ നേരിട്ട് കണ്ടു എന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ അങ്ങനെ ചോദിക്കുമെന്നോ അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ ടീച്ചറെ കാണണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ടീച്ചർക്കൊന്നും ഇത് ഓർമ്മയുണ്ടാവില്ല. ടീച്ചർ എത്രയോ കുട്ടികളെ ഓരോ വർഷം പഠിപ്പിച്ച് വിടുന്നുണ്ടാവും. അപ്പൊ അതിലൊരാളാണ് ഞാൻ. പക്ഷെ ടീച്ചർ അന്ന് എന്നോട് കാണിച്ച ആ ഒരു അതിനെന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഇങ്ങനെ എന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ അല്ല അത് വായിച്ചിട്ട് അത് എന്റെ അർത്ഥം പറയാൻ പറയും. പക്ഷെ ബാക്കി കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോ എന്തുകൊണ്ടാണ് അവരൊന്നും വിളിക്കുന്നത്, എന്നെ തന്നെ വിളിക്കുന്നത്? അത് കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ഇവരെ തന്നെ മാറി മാറി വിളിക്കും. അത് എന്താണ് സംഭവം എന്നറിയില്ല. പക്ഷെ എനിക്ക് ടീച്ചറോട് എന്താ പറയാ, ദേഷ്യമോ അല്ലെങ്കിൽ എന്നെ തന്നെ വിളിച്ചു എന്നുള്ള ഇതോ ഒന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചർമാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടതല്ലാത്തതോ ടീച്ചർ അനുഭവങ്ങളോ അധ്യാപകരുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ചെയ്യാം.